ഞങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങി അവരുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ LDF 3 അത് സാധ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് CPM പ്രവർത്തകരും LDF-ഉം ഒക്കെ ഉള്ളത് എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പാർട്ടിയുടെ ഒരു നിലപാട് അവിടെ പറയണം. വിശദീകരിക്കപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കാം. ഒരുപക്ഷെ അവർ ദേഷ്യപ്പെട്ടേക്കാം. തർക്കിക്കാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല, വീടിനകത്ത് കയറി സംസാരിക്കണം, ശബരിമലയെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടിനകത്തേക്ക് പോകുന്നതിന് രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നതും രാഷ്ട്രീയമാണ്. പരാജയമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെ ഭരണപക്ഷമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഏതൊക്കെയായാലും CPM നടത്തുന്ന ഗ്രഹസന്ദർശന പരിപാടി CPM-ന് 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നമസ്കാരം. CPM-ന്റെ ഈ ഗ്രഹസന്ദർശനം പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമോ? ത്രിതല പഞ്ചായത്തിൽ ഏറ്റ പരാജയം, ആ ഒരു പരാജയത്തിന്റെ അടിസ്ഥാനത്തിലാണ് CPM എല്ലാ വീടുകളും സന്ദർശിച്ച് പ്രവർത്തകരെയും അനുഭാവികളെയും വോട്ടർമാരെയും ഒക്കെ കണ്ട് എന്താണ് നിങ്ങൾ ഞങ്ങൾക്ക് മേൽ ഒരു അവിശ്വാസം രേഖപ്പെടുത്താനായിട്ടുള്ള കാരണം അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ CPM ഗ്രഹസമ്പർക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPM-ന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ വീടുകൾ കയറിയിറങ്ങി അവരുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ LDF 3 അത് സാധ്യമാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് CPM പ്രവർത്തകരും LDF-ഉം ഒക്കെ ഉള്ളത് എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട്. വളരെ വ്യത്യസ്തമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചില മുന്നറിയിപ്പുകളൊക്കെ ഈ ഗ്രഹ സന്ദർശനം നടത്തുന്ന ആളുകൾക്ക് നൽകിയിട്ടുണ്ട്. അതായത് വീടിന് അകത്ത് കയറിയിരുന്നിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഒന്നാമത്തെ കാര്യം, ഈ വീടിന് അകത്ത് കയറിയിരുന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുടുംബവുമായിട്ട് കുറച്ചുകൂടി ഒരു അറ്റാച്ച്മെന്റ് ആകുന്നു എന്നാണ് അർത്ഥം. കാരണം അതല്ല എങ്കിൽ നമ്മളെ ആ വീടിനകത്തേക്ക് ഈ ചെല്ലുന്ന CPM-ന്റെ പ്രവർത്തകരെ വീടിനകത്തേക്ക് കയറ്റുന്നുണ്ട് എങ്കിൽ ആ വീട്ടിൽ CPM-ന്റെ പ്രവർത്തകർക്ക് ഒരു സ്വീകാര്യതയുണ്ട് എന്നുള്ളതാണ് അർത്ഥം. മറിച്ച് പുറത്തു നിന്നൊരു നോട്ടീസ് കൊടുത്തിട്ട് പോകാനായിട്ട് ആർക്കും പറ്റും. പക്ഷെ വീടിനകത്ത് കയറിയിരുന്ന് ആ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നും ആ വീട്ടിലുള്ള ആളുകൾ പുറത്ത് ജോലി ചെയ്യുന്നവരാണോ, അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആ കുടുംബത്തിനുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഈ വരുന്ന CPM പ്രവർത്തകരോടുണ്ടാവും. നമുക്കിപ്പോൾ അറിയാവുന്ന കാര്യമാണ്, പല വീടുകളിലും മാതാപിതാക്കന്മാർ മാത്രം താമസിക്കുന്ന ചില വീടുകളുണ്ട്. കാരണം മക്കളൊക്കെ പുറത്തായിരിക്കും. അപ്പോൾ അവരനുഭവിക്കുന്ന ഒരു ഏകാന്തത, ഈ ഏകാന്തതയിലേക്കൊക്കെ CPM-ന്റെ പ്രവർത്തകർ കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ ഇരുന്ന് അവരുമായിട്ടൊരു വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവർ സംസാരിക്കുന്ന സമയത്ത് അത് അവർക്കൊരു ആശ്വാസമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൂടെ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഉള്ള പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സേവനങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുണ്ടോ, അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി, അല്ലെങ്കിൽ ആശാ വർക്കർമാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ചെയ്തു കൊടുപ്പിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം ജയിച്ചു കഴിഞ്ഞ ഉടനെ എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും എല്ലാ വീടുകളിൽ കൂടെ ചെല്ലണം നിർബന്ധമില്ല. എല്ലാ സാമൂഹിക പ്രവർത്തകരും എല്ലാ വീടുകളിൽ കൂടെ കയറണമെന്ന് നിർബന്ധമില്ല. നമ്മൾ പുറമേ നിന്ന് നോക്കുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ മണിമാളികളായിരിക്കാം, പക്ഷെ അതിനകത്ത് ഒരുപക്ഷെ ദാരിദ്ര്യം ഉണ്ടാവാം. അതുകൂടാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് നഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ട് വീടിനകത്ത് ഇരിക്കുന്ന ചില ആളുകളുണ്ടാവും. ആ ഡിപ്രഷൻ അടിച്ച് വീട്ടിലിരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അവരുടെ ഒരു പ്രശ്നങ്ങൾ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രഹസന്ദർശനം നടത്തുന്ന സമയത്ത് ഇവർ വീടിനുള്ളിലേക്ക് കയറേണ്ടതുണ്ട്. വീടിനുള്ളിൽ കയറിയിരുന്ന് ഒരു കട്ടൻ ചായയൊക്കെ അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ചു കുടിച്ച് അതിനുശേഷം സന്തോഷത്തോടെ ചോദ്യങ്ങൾ, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? ഇപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ഒരു പക്ഷേ ചോദിക്കാനുണ്ടാവും. വിലക്കയറ്റത്തെക്കുറിച്ച് ചോദിക്കാനുണ്ടാവും. അതല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ്, ഇലക്ട്രിസിറ്റി ചാർജിൻ്റെ വർധനവ്, അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് ഇവർക്ക് സംസാരിക്കാനുണ്ടാവും. പക്ഷെ അതിനൊക്കെയുള്ളൊരു കൃത്യമായ മറുപടി അത് ആദ്യം കേൾക്കുക. CPM എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യം നിങ്ങൾ കേൾക്കുക. കേട്ടതിന് ശേഷം അവർക്ക് കൃത്യമായിട്ട് മറുപടി നൽകുക. അവരോട് ഒരു കാരണവശാലും ചൂടാവാൻ പാടില്ല, അതായത് ക്ഷുഭിതനാവാൻ വേണ്ടിയിട്ട് പാടില്ല. വളരെ ലളിതമായിട്ട് മാത്രമേ അവരോട് സംസാരിക്കാൻ പാടുള്ളൂ. അത് വളരെ സൗഹാർദ്ദപരമായിട്ട് മാത്രമേ അവരോട് സംസാരിക്കാൻ വേണ്ടി പാടുള്ളൂ. ഒരിക്കലും ഇടയ്ക്ക് കയറി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാൾ പറഞ്ഞ് തീരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഗ്രഹസന്ദർശനത്തിന് ചെന്നിരിക്കുന്ന ആള് അതിനിടയിൽ കയറി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തർക്കിക്കലിന്റെ രീതിയാവും. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചാനൽ ചർച്ചകളുടെ നിലവാരത്തിലേക്ക് പോകും. കാരണം ആർക്കും ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥ വരും. അതുകൊണ്ട് വളരെ ക്ഷമയോടുകൂടി ആ വീട്ടിലുള്ള ആളുകൾക്ക് എന്താണോ പറയാനുള്ളത്, അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അതുകൂടാതെ അടുത്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പാർട്ടിയുടെ ഒരു നിലപാട് അവിടെ പറയണം. അതായത് പാർട്ടി പറഞ്ഞിരിക്കുന്ന നിലപാട് എന്താണ്? ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടിട്ട് എത്ര ഉന്നതനായാലും
അവരെ CPM സംരക്ഷിക്കില്ല. ഇതാണ് CPMന്റെ നിലപാട്. അപ്പോൾ ഈ നിലപാട് കൃത്യമായിട്ട് ആ വീടുകളിലുള്ള ആളുകളെ അറിയിക്കുക. CPMന്റെ കേഡർമാർ വിചാരിച്ചാൽ കേരളത്തിലെ 3.5 കോടി ജനങ്ങളുമായിട്ട് നേരിട്ട് അവർക്ക് സമ്പർക്കം പുലർത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അവർ വന്നിരുന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്യും. ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുമായിട്ടൊരു അകൽച്ച ആ കുടുംബത്തിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ തിരിച്ച് പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടാവും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രഹ സന്ദർശനത്തിലൂടെ CPM ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നിശബ്ദമായ ഒരു പ്രതിപക്ഷമാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. അതല്ലാണ്ട് പ്രതിപക്ഷം വേറെ കേരളത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? ഒരു ജനാധിപത്യത്തിൽ പ്രതിപക്ഷം നിശബ്ദമാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭരണപക്ഷത്തിനൊരു അലസത ഉണ്ടാവുക സ്വാഭാവികമാണ്. ആ ഒരു അലസതയാണ് പ്രതിപക്ഷം വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ വികസനം നടന്നിട്ടില്ല എന്ന് പ്രതിപക്ഷത്തിന് പോലും ആരോപണമില്ല. കാരണം കേരളത്തിലെ റോഡുകളിലേക്ക് നോക്കൂ, കേരളത്തിലെ വ്യവസായ സംരംഭങ്ങളിലേക്ക് നോക്കൂ, വലിയ തോതിലുള്ള നിക്ഷേപങ്ങൾ കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. വളരെ വലിയ രീതിയിലുള്ളൊരു വളർച്ച സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല ആളുകളും പറയും കേരള സംസ്ഥാനം പട്ടിണിയിലാണ്, പ്രശ്നത്തിലാണ് എന്നൊക്കെ പറയും. അത് ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് മാത്രമേ പറയാൻ സാധിക്കത്തുള്ളൂ. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ GSTയിലും മറ്റുമൊക്കെ സെൻട്രൽ ഗവൺമെന്റിൽ നിന്ന് സംസ്ഥാന സർക്കാരിന് കിട്ടാനുള്ള പണമുണ്ട്. ആ പണം കൃത്യസമയത്ത് ലഭിക്കാത്തത് മൂലമുള്ള പ്രശ്നങ്ങളാണ്. നേരത്തെ ടാക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ടാക്സ് പിരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഇപ്പൊ ഇതൊരു GSTയുടെ ഒരു ഫോർമാറ്റിലേക്ക് മാറിയതോടുകൂടി കേന്ദ്ര സർക്കാർ പിരിച്ചെടുത്തതിന് ശേഷം പിന്നീടാണ് ആ പണം കേരളത്തിന് ഫോർവേഡ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് സംസ്ഥാന സർക്കാർ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കപ്പെടും. എവിടെ വിശദീകരിക്കപ്പെടും? ഓരോ കുടുംബത്തിനകത്തും വിശദീകരിക്കപ്പെടുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരിക്കാം. ഒരുപക്ഷെ അവർ ദേഷ്യപ്പെട്ടേക്കാം. ശബരിമല വിഷയത്തിലൊക്കെ പല വീടുകളിലും ചെല്ലുന്ന സമയത്ത് പല അമ്മച്ചിമാരും ഒരുപക്ഷെ വേണമെങ്കിൽ നിലവിളക്കെടുത്ത് വേണമെങ്കിൽ നേരെ ചൂണ്ടിയേക്കാം. അത് ഏത് രീതിയിലാണ് ഇവരെയൊക്കെ ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടിട്ട് CPMനെ കുറിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതിസന്ധികളും വന്നാലും തർക്കിക്കാനും പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല, വീടിനകത്ത് കയറി ഇരുന്ന് സംസാരിക്കണം, ശബരിമലയെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകണം. ഈ 4 കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ, ഇപ്പൊ ക്ഷേമ പെൻഷന്റെ വർധനവ്, അത് നോക്കുക. അതിന് ഈ പറയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള മാസത്തെ കുടിശ്ശികയൊന്നും ഇല്ലല്ലോ. എല്ലാ മാസവും ഇപ്പൊ കൊടുത്തു പോകുന്നുണ്ട്. അത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞാലും എല്ലാവർക്കും കിട്ടുന്നുണ്ടല്ലോ. റേഷൻ സംവിധാനത്തിലേക്ക് നോക്കുന്ന സമയത്ത് റേഷൻ കടകളിൽ സുലഭമായിട്ട് സാധനങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. സപ്ലൈകോയിൽ സാധനം ലഭിക്കുന്നുണ്ട്. പിന്നെയും സർക്കാർ ഉത്തരം പറയേണ്ടി വരുന്ന ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ വിലവർധനമാണ്. ഈ വിലവർദ്ധനവിനെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ബിൽഡിംഗ് ടാക്സിന്റെ വർധനവ്, അതോടൊപ്പം തന്നെ ലാൻഡ് രജിസ്ട്രേഷന്റെ ചാർജിൽ വന്നിട്ടുള്ള വർധനവ്, ഇതിനെയൊക്കെ സർക്കാർ ഏത് രീതിയിലാണ് ജനങ്ങൾക്കിടയിൽ ന്യായീകരിക്കാൻ പോകുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഇപ്പൊ വെഹിക്കിൾ ടാക്സ്, MVDയുടെ പല ചാർജുകളിലുണ്ടായിട്ടുള്ള വർധനവ്, അതോടൊപ്പം തന്നെ പെനാൽറ്റികളിലൂടെ ചാർജ് വർധനവ്, ഇതൊക്കെ ജനങ്ങൾ വീടുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഈ CPM നേതാക്കന്മാരോട് ചോദിക്കും. കാരണം CPMനോടുള്ള മുഴുവൻ ദേഷ്യവും ആ വീടിനകത്ത് വെച്ച് ഈ ചെല്ലുന്ന നേതാക്കന്മാരോട് തീർക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒന്ന് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നുമില്ല. അവർക്ക് ഈ സർക്കാരിനോട് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും അവർ ചിലപ്പോൾ തെറി പറഞ്ഞെന്ന് വരും. അവർ ചിലപ്പോൾ ചായ തന്നൊന്നും വരത്തില്ല, വീടിനകത്ത് കയറ്റിയിരുത്തും. അതൊരു ആദിത്യ മര്യാദയാണ്. ഇനി വീടിനകത്ത് കയറ്റിയില്ല എങ്കിൽ നമ്മൾ എന്താണ് കരുതേണ്ടത്? അത്രയും വെറുപ്പും വിദ്വേഷവും ഉള്ള ആളുകളാണ് അവരെന്നല്ല കരുതേണ്ടത്. അതായത് ഈ പാർട്ടിയോട് അത്രയും വെറുപ്പും വിദ്വേഷവും ഉള്ള ആളുകളാണ് അവർ. സാധാരണ ഒരു മലയാളിയും ഇപ്പോൾ വീട്ടിലേക്ക് ഒരാൾ കയറി ചെന്ന് കഴിഞ്ഞാൽ കയറി ഇരിക്കേണ്ടതെന്നും പറയത്തില്ല. അതും പോകുന്നതെല്ലാം സ്വന്തം ബൂത്തിൽ ഉള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം അയൽവക്കത്തുള്ള ആളുകളൊക്കെ ആയിരിക്കും ചെല്ലുന്നത്. ആ ചെല്ലുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ മുറ്റത്ത് നിന്ന് വർത്തമാനം പറഞ്ഞാലും മതിയെന്നൊന്നും ആരും പറയത്തില്ല. എല്ലാവരും വീടിനകത്ത് കയറ്റിയിരുത്തും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടിനകത്തേക്ക് പോകുന്നതിന് രാഷ്ട്രീയം പറയാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നതും രാഷ്ട്രീയമാണ്. അങ്ങനെ രാഷ്ട്രീയം പറയുകയും രാഷ്ട്രീയമായിട്ടുള്ള ഒരു മറുപടി സാധാരണക്കാരായ ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അവരുടെ മനസ്സിലൊക്കെ ഒരു മാറ്റം വരുമെന്നേ. ഇപ്പൊ സ്ഥലത്തെ MLA 1000 വീട് കയറി വിരിച്ചു. LDFന് എതിരായിട്ട് മാറാൻ സാധ്യതയുള്ള 1000 കുടുംബങ്ങൾ, നിഷ്പക്ഷരായിട്ടുള്ള 1000 കുടുംബങ്ങൾ ഒരു MLA ഒക്കെ വീട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവർ വീട്ടിനകത്ത് കയറ്റി ഇരുത്തുമല്ലോ. ചായയുടെ കൂട്ടത്തിൽ ഒരു ബിസ്ക്കറ്റ് കിട്ടുമല്ലോ. അതുകൂടാതെ ആ നിയോജക മണ്ഡലത്തിലുള്ള ഏരിയ സെക്രട്ടറിയാണ് ചെല്ലുന്നതെന്ന് പറഞ്ഞാലും ഒരു സ്വീകാര്യതയൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കുമല്ലോ അത്. പിന്നെ ലോക്കൽ സെക്രട്ടറി, ഇങ്ങനെയൊക്കെ പറയും. അതുകൂടാതെ ബ്രാഞ്ച് സെക്രട്ടറി ഒക്കെ അത്യാവശ്യം ആക്റ്റീവായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ അറിയുമല്ലോ. അതുകൂടാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാവാം, പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവാം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാവാം, ജില്ലാ പഞ്ചായത്ത്
മെമ്പർമാരുണ്ടാവാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാവാം. ഇങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളും പിന്നെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവാം, ചില സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഒരുമിച്ച് വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് ആർക്കെങ്കിലും കടക്ക് പുറത്തെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ. അവരിവരെ അകത്ത് കയറ്റി സ്വീകരിക്കും. അതിനുശേഷം കൃത്യമായിട്ട് അവർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ അവരോട് ചോദിക്കുകയും ചെയ്യും. ഈ ചെല്ലുന്ന ആളുകൾ ചോദിക്കും, ഈ സർക്കാരിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ആ അഭിപ്രായം പറയുമ്പോഴത്തേക്ക് അവർ കയ്യും കെട്ടിയിരുന്ന് കേൾക്കും. കയ്യും കെട്ടിയിരുന്ന് കേട്ടതിന് ശേഷമാണ് പിന്നീട് മറുപടി പറഞ്ഞു കൊടുക്കുന്നത്. അതും വളരെ ലളിതമായ രീതിയിൽ, വളരെ നല്ല രീതിയിൽ തന്നെ അവർ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കും. അതായത് ആ വീട്ടുകാരനെ കൺവിൻസ് ആവുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ അവതരിപ്പിക്കും. അതോടൊപ്പം തന്നെ ഭരണ നേട്ടങ്ങൾ പറയുമെന്നേ, അവർ ചൂണ്ടിക്കാണിക്കാൻ പോകുന്ന റോഡുകൾ, അവർ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പോകുന്ന വാട്ടർ മെട്രോ, അങ്ങനെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലുണ്ട്. NH-66 ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് പദ്ധതിയാന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ എങ്കിൽ തന്നെയും അത് സ്ഥലമെടുത്തു കൊടുത്ത ഈ സർക്കാരല്ലേ. അപ്പൊ അങ്ങനെ പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ഒരുപക്ഷെ മറുചോദ്യങ്ങൾ ഉയർന്നേക്കാം വീടുകളിൽ നിന്ന്. അപ്പൊ അവർക്ക് ചോദിക്കാം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രതിപക്ഷത്തിന് ഒരു സമരമെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. നാളെ ഇതുവരെ ഏതെങ്കിലും ഒരു സമരം ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എടുത്തു പറയാൻ സാധിക്കുന്ന ഒരു സമരം കാണിച്ചു തരാൻ വേണ്ടി പറ്റുമോ? ആകപ്പാടെ ചെയ്യുന്നത് എന്താണ്? കേരളത്തിനെതിരെ സമരം ചെയ്തു. അത് കേരളത്തിനെതിരെ സമരം ചെയ്തത് UDF അല്ല, കേരളത്തിലെ പൊതുജനങ്ങളാണ്. അതിനുശേഷം ഇവരുടെ ആശാ വർക്കർമാരുടെ സമരം വേണ്ട രീതിയിൽ ടേക്കപ്പ് ചെയ്യാനായിട്ട് UDFന് പറ്റിയോ? പറ്റിയിട്ടില്ലല്ലോ. കേരളത്തിൽ ഒരു സമരവും നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് UDFന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. പ്രതിപക്ഷം ഒരു പരാജയമായിരുന്നുവെന്ന് സ്ഥാപിക്കാൻ ഈ ചെല്ലുന്ന CPMന്റെ പ്രവർത്തകർക്ക് സാധിച്ചു കഴിഞ്ഞാൽ, ഈ CPMന്റെ പ്രവർത്തകർ ഒരു ചോദ്യം കൂടി ഈ വീട്ടുകാരോട് ചോദിക്കും. ആ ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ പരാജയമായിട്ടുള്ള ഒരു പ്രതിപക്ഷത്തെ ഭരണപക്ഷമാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് കൂടാതെ തന്നെ ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ തന്നെ 2011 മുതൽ 2016 വരെയുള്ള ജനസമ്പർക്കം മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയുടെയൊക്കെ അവസ്ഥകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വീഡിയോകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. ഏതൊക്കെയായാലും CPM നടത്തുന്ന ഗ്രഹസന്ദർശന പരിപാടി CPMന് 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. വീട്ടിൽ സ്വീകരിച്ചിരുത്തുന്നവർ പിന്നീട് വോട്ട് ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഒരു വിവേചനാധികാരമാണ്. അത് നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാം.